Step index fiber. The optical fiber with a core of constant refractive index N1 and a cladding of slightly lower refractive index N2 is known as step index fiber. This is because the refractive index profile for this type of fiber makes a step change at the core cladding interface. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിനും ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ലൈറ്റ്ലി ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനും ഉള്ളതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഒരു സ്റ്റെപ്പ് ചേഞ്ച് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കുന്നത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ N(r) ഈക്വൽ ടു N1 R ലെസ് ദാൻ എ, N2 R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. N1 എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. Two types of step index fiber, multi-mode step index fiber and single mode step index fiber. First one is multi-mode step index fiber. Multi-mode step index fiberൻ്റെ characteristics ആണ് ഈ എഴുതിയേക്കുന്നത്. എ കോർ ഡയമീറ്റർ ഓഫ് അറൗണ്ട് 50 micrometer greater which is large enough to allow the propagation of many modes within the fiber core. ഇത്രയും ഡയമീറ്റർ ഉണ്ട്. മെനി ഡിഫറെൻറ്റ് പോസിബിൾ റേസ് പാസ് ത്രൂ ദ ഫൈബർ. ഇത് കുറേ ഡിഫറെൻറ്റ് ആയിട്ടുള്ള മോഡ്സ് ഇതിനകത്ത് പോസിബിൾ ആണ്. അപ്പോൾ അത്രയും റേ പാത്ത് ഇതിനകത്ത് കാണും. കൺസിഡറബിൾ ഡിസ്പേർഷൻ മേ ഒക്കർ ഡ്യൂ ടു ദ ഡിഫറിംഗ് ഗ്രൂപ്പ് വെലോസിറ്റീസ് ഓഫ് ദ പ്രൊപ്പഗേറ്റിംഗ് മോഡ്സ്. ദിസ് റെസ്ട്രിക്ട് ദ മാക്സിമം ബാൻഡ് വിഡ്ത്ത് അറ്റൈനബിൾ വിത്ത് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഡിസ്പേർഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും. ഈ ബാൻഡ് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ മൾട്ടിമോഡ് ഫൈബേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഈ മൂന്നെണ്ണം കാണിച്ചിരിക്കുന്നത്. ദി യൂസ് ഓഫ് സ്പേഷ്യലി ഇൻകൊഹറൻറ്റ് ഒപ്റ്റിക്കൽ സോഴ്സസ് വിച്ച് കനോട്ട് ബി എഫിഷ്യൻ്റ്ലി കപ്പിൾഡ് ടു സിംഗിൾ മോഡ് ഫൈബേഴ്സ്. ലാർജ് ന്യൂമറിക്കൽ അപ്പേർച്ചേഴ്സ് ആസ് വെൽ ആസ് കോർ ഡയമീറ്റർ ഫെസിലിറ്റേറ്റിംഗ് ഈസിയർ കപ്ലിംഗ് ടു ഒപ്റ്റിക്കൽ സോഴ്സസ്. ലോവർ ടോളറൻസ് റിക്വയർമെൻറ്റ്സ് ഓൺ ഫൈബർ കണക്ഷൻസ്. കണക്ടേഴ്സ് ഈ മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് ലോവർ ബാൻഡ് വിഡ്ത്ത് ആയിട്ടുള്ള മൾട്ടിമോഡ് ഫൈബേഴ്സിനുള്ളത്. Multimode fiber step index fibers allows the propagation of a finite number of guided modes along the channel. ഈ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പറായിട്ടുള്ള ഗൈഡഡ് മോഡ്സ് ആയിരിക്കും പോകുന്നത്. നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് refractive index difference, core radius of the fiber and the wavelength of the transmitted light which are included in the normalized frequency Vc of the fiber. ഈ കുറച്ച് പാരാമീറ്റേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഈ മോഡ്സ് നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്, കോർ റേഡിയസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദർ ഇസ് എ കട്ട് ഓഫ് വാല്യൂ ഓഫ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി Vc ഫോർ ഗൈഡഡ് മോഡ്സ് ബിലോ വിച്ച് ദേ കനോട്ട് എക്സിസ്റ്റ്. ഒരു കട്ട് ഓഫ് വാല്യൂ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിക്ക് താഴെയാണെങ്കിൽ ഈ മോഡ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മോഡ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം കട്ട് ഓഫ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി Vc വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് ഓർ മോഡ് വോളിയം MS ഫോർ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഈസ് റിലേറ്റഡ് ടു ദ V വാല്യൂ ഫോർ ദ ഫൈബർ ഇൻ ദ എക്സ്പ്രഷൻ ആസ് MS സിമിലർ ഈക്വൽ ടു V²/2 എന്ന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. വിച്ച് അലോസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പം മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്ത് എത്രമാത്രം മോഡ്സ് ഉണ്ട്, എത്ര മോഡ്സ് അതിനകത്തുണ്ട്, എത്ര റേ പാത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് MS = V²/2 എന്ന് പറയുന്നത്. V² എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീക്വൻസിയാണ്. ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടായാൽ മാത്രമേ ഗൈഡഡ് മോഡ്സ് അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളൂ. അടുത്ത സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ സെക്കൻഡ് ടൈപ്പാണ്. സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ അലോസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഓൺലി വൺ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് മോഡ്. ഒരു മോഡ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. കോർ ഡയമീറ്റർ ഓർഡർ ഇൻ ദ റേഞ്ച് 2 to 10 micrometer കറസ്പോണ്ട്സ് ടു എ സിംഗിൾ റേ പാത്ത് ഓൺലി ത്രൂ ദ ഫൈബർ. ഒത്തിരി മോഡ്സ് ഇല്ല. മറ്റേ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്ത് കുറേ മോഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഓൺലി വൺ മോഡ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ലോ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ആസ് ഓൺലി വൺ മോഡ് ഈസ് ട്രാൻസ്മിറ്റ്. ഒറ്റ മോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ലോ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ആയിരിക്കും നടക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഫസ്റ്റ് ടൈപ്പിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, അതിനകത്ത് രണ്ട് ടൈപ്പുണ്ട്. സിംഗിൾ മോഡ് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും. അതിൻ്റെ രണ്ടിനെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫൈബറാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ constant refractive index in the core but a decreasing core index N of R with radial distance from a maximum value of N1 to
n1 at the axis to a constant value of n2 beyond the core radius a in the cladding. ഇതിനൊരു കോൺസ്റ്റൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിലില്ല, പക്ഷേ ഒരു എൻ ഓഫ് ആർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കോർ ഇൻഡെക്സിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം എ മാക്സിമം വാല്യൂ ഓഫ് n1 to n2. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഡിക്രീസ് ഉണ്ടാവുന്നുണ്ട് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രൊഫൈൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എൻ ഓഫ് ആർ ഇസ് ഇക്വൽ ടു n1 × 1 - 2 ലാംഡ r/a റേസ് ടു ആൽഫ റേസ് ടു 1/2. ആർ ലെസ് ദാൻ എ ആണെങ്കിൽ അത് കോറിൻ്റെയാണ് പറഞ്ഞേക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. നെക്സ്റ്റ് n1 ഈക്വൽ ടു 1 - 2 ലാംഡ റേസ് ടു ഹാഫ് ഈക്വൽ ടു n2 എന്ന് എഴുതാം. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അത് ക്ലാഡിങ്ങിൻ്റെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡെൽ എന്ന് പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസും ആൽഫ എന്ന് പറയുന്നത് പ്രൊഫൈൽ പാരാമീറ്ററും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫയെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ ഷേപ്പ് പ്രൊഫൈൽ പാരാമീറ്റർ നമുക്ക് കിട്ടുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് പ്രൊഫൈൽ കിട്ടണമെങ്കിൽ നമുക്ക് ആൽഫ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കണം, പാരാബോളിക് കിട്ടണമെങ്കിൽ ആൽഫ 2 ആയിട്ട് എടുക്കണം, ട്രയാങ്കുലർ കിട്ടണമെങ്കിൽ ആൽഫ 1 ആയിട്ട് എടുക്കണം. നമ്മൾ കൂടുതൽ കേസിലും ആൽഫ ഈക്വൽ ടു 2 എടുക്കും. പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വെച്ചാണ് നമ്മൾ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, അത് ആൽഫയുടെ ഡിഫറെൻറ്റ് വാല്യൂസിൽ കിട്ടുന്ന ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ്. ഇനി പാരാബോളിക്കിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ വിത്ത് എ പാരാബോളിക് ഇൻഡെക്സ് പ്രൊഫൈൽ കോർ ഇസ് ഷോൺ എബോവ്. ദ മെറിഡിയനൽ റേസ് ഷോൺ അപ്പിയർ ടു ഫോളോ കർവ്ഡ് പാത്സ് ത്രൂ ദ ഫൈബർ കോർ. അപ്പം ഒരു കർവ്ഡ് പാത്താണ് ഈ പാരാബോളിക് ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ കൊടുക്കുമ്പോഴത്തേന് ഈ മോഡ്സ് എല്ലാം കൂടെ ഈ റേ പാത്ത് എല്ലാം കൂടെ കർവ്ഡ് പാത്താണ് നമുക്ക് കിട്ടുന്നത്, മെറിഡിയനൽ റേസ് എല്ലാം കൂടെ. യൂസിങ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ജോമെട്രിക് ഒപ്റ്റിക്സ് using the concepts of geometric optics, the gradual decrease in refractive index from the center of the core creates many refractions of the rays as they are effectively incident on a large number of high to low refractive index. ഈ കർവ്ഡ് പാത്ത് എല്ലാം കൂടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഹൈ ടു ലോ ഇൻഡെക്സ് ഇൻ്റർഫേസിലായതുകൊണ്ട് അതൊരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ്റെ പാത്തും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്ന ഫിഗറാണ് ഇത്. The ray is shown to be gradually curved with an ever-increasing angle of incidence until the conditions for total internal refraction are met and the ray travel back towards the core axis, again being continuously refracted. അപ്പം ഈ റേ കർവ് ചെയ്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് പിന്നെയും കോർ ആക്സിസിലോട്ട് തന്നെ റേ ട്രാവൽ ചെയ്യും, എന്നിട്ട് പിന്നെയും റിഫ്രാക്റ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും പറഞ്ഞ രണ്ട് പ്രോസസ്സ് നടന്നാണ് ഈ പാത്തെല്ലാം കർവ് പാത്തായിട്ട് കിട്ടുന്നത് ഈ റേസിൻ്റെ. മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എക്സിബിറ്റ് ഫാർ ലെസ് ഇൻ്റർമോഡൽ ഡിസ്പെർഷൻ ദാൻ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പോൾ അതിനകത്ത് ഫാർ ലെസ് ആയിട്ടുള്ള ഇൻ്റർമോഡൽ ഡിസ്പെർഷനാണ്. കൺസിഡറിങ് ദ റേ തിയറി, ദ റേസ് ട്രാവലിംഗ് ക്ലോസ് ടു ദ ഫൈബർ ആക്സിസ് ഹാവ് ഷോർട്ടർ പാത്സ് വെൻ കമ്പയർഡ് വിത്ത് റേസ് വിച്ച് ട്രാവൽ ടു ദ ഔട്ടർ റീജൻസ് ഓഫ് കോർ. അപ്പം റേ തിയറി അനുസരിച്ച് കോറിൻ്റെ അടുത്ത് ഫൈബർ ആക്സിസിൻ്റെ ക്ലോസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന റേ എല്ലാം ഷോർട്ടർ പാത്ത് കവർ ചെയ്യും. ഹവർ ദ നിയർ ദ ആക്സിയൽ റേസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ റീജൻ ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അവിടെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, പിന്നെ ലോവർ വെലോസിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ദൂരെയുള്ള റേസിനെക്കാട്ടിൽ ഷോർട്ടർ പാത്ത്, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലോവർ വെലോസിറ്റി. ദ സ്ക്യൂ റേസ് ഫോളോസ് ലോങ്ങർ ഹെലിക്കൽ പാത്ത്. ദീസ് ട്രാവൽ ഫോർ ദ മോസ്റ്റ് പാർട്ട് ഇൻ ദ ലോവർ ഇൻഡെക്സ് റീജൻ അറ്റ് ഗ്രേറ്റർ സ്പീഡ്സ്, thus giving the same mechanism of more transmit time equalization. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് സ്ക്യൂ റേസിലും നടക്കുന്നത്. ജസ്റ്റ് ആക്സിയൽ പാത്ത് അതിൻ്റെ ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും റേ ട്രാവൽ ചെയ്യുന്നതിനാണ് ജസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് ദ WKB മെത്തേഡ് മോഡൽ സൊല്യൂഷൻസ് ഓഫ് ദ ഗൈഡഡ് വേവ് ആർ അച്ചീവ്ഡ് ബൈ എക്സ്പ്രസിങ് ദ ഫീൽഡ് ഇൻ ദ ഫോം. അപ്പം WKB മെത്തേഡ് അനുസരിച്ച് ഫീൽഡിനെ എക്സ്പ്രസ് ചെയ്യുന്ന EX = ½ G1 of R exponential S of R plus G2 of R exponential JS of R plus G2 of R exponential minus JS of R cos L phi by sin L phi exponential J beta K. ജിയും എസും എന്ന് പറയുന്നത് റിയൽ ഫങ്ഷൻസ് ഓഫ് റേഡിയൽ ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ ഈ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: എക്സ്പൊണൻഷ്യൽ J β2 ആണ്. J and S are assumed to be real functions of the radial distance R. ഇനി ഫോർ ദ സിലിണ്ട്രിക്കൽ ഹോമോജീനിയസ് കോർ വേവ് ഗൈഡിൽ സ്കെയിലാർ വേവ് ഇക്വേഷൻ്റെ ഫോം ഇങ്ങനെയാണ്: d² ψ/dr² + 1/r dψ/dr + 1/r², d² ψ/d φ², n1² k² - β² × ψ = 0.
ഈ രണ്ട് ഇക്വേഷൻസും രണ്ട് സൊല്യൂഷൻസ് പറഞ്ഞേക്കുകയാണ്. ഒരു സ്കെയിലാർ വേവ് ഇക്വേഷനും പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമും പറഞ്ഞേക്കുകയാണ്. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1 ഫസ്റ്റ് ഇക്വേഷനിലോട്ട് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തണം. നെഗ്ലക്റ്റിംഗ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് G1 ഓഫ് R വിത്ത് റെസ്പെക്ട് ടു R പ്രൊവൈഡ്സ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഫോർ ദ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ആൻഡ് ഫേസ് ഫംഗ്ഷൻ. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് G1 ഓഫ് R ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും ഫേസ് ഫംഗ്ഷനും കണ്ടുപിടിക്കും. ഈ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും ഫേസ് ഫംഗ്ഷനും ഡിഫറെൻറ്റ് റീജിയൻസിൽ R1 R2 എന്ന് പറഞ്ഞ രണ്ട് ടേണിംഗ് പോയിൻറ്റ്സ് എടുക്കും. ആ ഡിഫറെൻറ്റ് റീജിയൻസിലാണ് നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻസും കണ്ടുപിടിക്കുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ദ റേസ് കണ്ടെയ്ൻഡ് വിത്തിൻ ടു സിലിണ്ടറിക്കൽ കോസ്റ്റിക് സർഫസ് ആൻഡ് ഫോർ മോസ്റ്റ് റേസ് എ കോസ്റ്റിക് ഡസൻ കോയിൻസൈഡ് വിത്ത് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. രണ്ട് കോസ്റ്റിക് സർഫസ് എടുക്കും. ഹെൻസ് ദ കോസ്റ്റിക്സ് ഡിഫൈൻ ദ ക്ലാസിക്കൽ ടേണിംഗ് പോയിൻറ്റ്സ് ഓഫ് ദ ലൈറ്റ് റേ വിത്തിൻ ദ ഗൈഡഡ് ഫൈബർ കോർ. അപ്പോൾ രണ്ട് ടേണിംഗ് പോയിൻറ്റിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും ഫേസ് ഫംഗ്ഷനും. ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് R=R1 R=R2. The result of the WKB approximation yields an oscillatory field in the region. ഫസ്റ്റ് റീജിയനാണ് R1 R2. ഈ രണ്ട് റീജിയൻ്റെ നടുക്കുള്ള നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും ഫേസ് ഫംഗ്ഷനും എടുക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻസിൽ രണ്ട് ഇതിൻ്റെയും നടുക്കുള്ള ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻസ് ഈക്വലാണ്. G1 ഓഫ് ആറും G2 ഓഫ് ആറും ഈക്വലാണ്. അപ്പം നമുക്ക് D/n²R K² മൈനസ് β² R² മൈനസ് L² റേസ് ടു 1/4 എന്ന് കിട്ടും. D എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനാണ്. ആ ഇക്വേഷനിൽ നിന്ന് രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ്. G1നും Gക്കും എസ്സിനും. G തന്നെ G1 ഓഫ് ആറും G2 ഓഫ് ആറും രണ്ട് ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻസും ഉണ്ട്. എസ് ഒരു ഫേസ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ എസ് ഓഫ് ആറിന് കിട്ടുന്നത് R1 to R2 n²R K² മൈനസ് β² R² മൈനസ് L² റേസ് ടു 1/2 dr/r മൈനസ് π/4. അത് ഒന്നാമത്തെ ഇൻ്റർവെലിൻ്റെയൊക്കെ പറഞ്ഞത്. രണ്ടാമത്തെ ഇൻ്റർവെൽ R1 R2. പിന്നെ ഇന്നർ ദ കോസ്റ്റിക് റീജിയനിൽ R=R1ഉം R1 ഈസ് നോട്ട് ക്ലോസ് ടു ആറും. ഈ രണ്ട് കണ്ടീഷൻ വെക്കുമ്പോൾ നമുക്ക് G1 ഓഫ് ആറും G2 ഓഫ് ആറും എസ് ഓഫ് ആറും കിട്ടും. G1 ഓഫ് ആർ എന്ന് പറയുന്നത് D എക്സ്പൊണൻഷ്യൽ JMX/L² മൈനസ് n²R K² മൈനസ് β² R² റേസ് ടു 1/4 ആൻഡ് G2 ഓഫ് ആർ ഇസ് ഇക്വൽ ടു 0. വെറുതെ ഇൻറ്റിജർ M ഇസ് ദ റേഡിയൽ മോഡ് നമ്പർ ആണ് ഈ M എന്ന് പറയുന്ന ഇൻറ്റിജർ. ആൻഡ് ഹിയർ ദ ഫേസ് ഫംഗ്ഷൻ എസ് ഓഫ് ആർ ഇസ് ഇക്വൽ ടു J ഇൻറ്റു R2 R1 L² മൈനസ് n²R K² മൈനസ് β² R² റേസ് ടു 1/2 dr/r. ഇത് സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ, ഡെറിവേഷൻസ് ഇല്ല. ജസ്റ്റ് ആ ഇക്വേഷനിൽ നിന്ന് ഓരോ റീജിയൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് സൊല്യൂഷൻസ് നമ്മൾ എഴുതുക. അപ്പോൾ ഓൾസോ ദ ഔട്ട്സൈഡ് ദ ഔട്ടർ കോസ്റ്റിക് റീജിയൻ R greater than R2 ദ ഫീൽഡ് ഡീക്കേസ് അവേ ഫ്രം ദ ഫൈബർ ആക്സിസ്. അപ്പം G1 ഓഫ് ആറും G2 ഓഫ് ആറും എസ് ഓഫ് ആറും സെയിം പോലെ തന്നെ ഇവിടെയും കണ്ടുപിടിക്കും. ഈ റീജിയനിൽ greater than R2. The WKB method doesn't initially provide valid solution of the wave equation in the vicinity of the turning point. The solution of the turning point can be expressed in terms of Hankel functions of the first and second kind of the order 1/3. അപ്പം WKB മെത്തേഡ് വാലിഡ് സൊല്യൂഷൻസ് തരാത്തതുകൊണ്ട് നമുക്ക് ഹാങ്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻസ് വെച്ചാണ് നമ്മൾ ബാക്കി സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡ് ഓഫ് ഓർഡർ 1/3 വെച്ചായിരിക്കും ഹാങ്കൽ ഫംഗ്ഷൻസ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ഈ ഫീൽഡിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ദ WKB ഐഗൻ വാല്യൂ ഇക്വേഷൻ ഓഫ് വിച്ച് ബീറ്റ ഇസ് എ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ ബീറ്റ സൊല്യൂഷൻ ആകുന്ന. ഇനി നമ്മൾ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് R1 to R2 n²R K² മൈനസ് β² R² മൈനസ് L² റേസ് ടു 1/2 dr/r 2m minus 1 into π/2. where the radial mode number M equal to 1, 2, 3 and determines the number maximum of the oscillatory field in the radial direction. ഈ ഇക്വേഷൻ നമ്മൾ തേർഡ് ഇക്വേഷൻ എന്ന് കൊടുക്കും. ഈ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിനി വരുന്നതിൽ ആവശ്യമുള്ള ഇക്വേഷനാണ്. അടുത്തതെന്ന് വെച്ചാൽ
where the radial mode number m equal to 1, 2, 3 and determines the number of maxima in the oscillatory field in the radial direction. ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കോഎഫിഷ്യൻറ്റ് d may be expressed in terms of the total optical power Pg within the guided mode. d equal to 4 mu 0 by epsilon 0 raised to half Pg raised to half n1 pi a square I എന്ന് കിട്ടും. അതായത് നമ്മൾ ഡിക്ക് ആംപ്ലിറ്റ്യൂഡ് കോഎഫിഷ്യൻ്റ് ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് കാണിച്ചേക്കുന്നേ ഉള്ളൂ. അതിനകത്ത് ഐയുടെ വാല്യൂ എന്തുവാന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ 3 റീജിയനെ പറ്റി പറയുന്ന ഗ്രാഫാണ്. ദ 2 കർവ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ ടേണിംഗ് പോയിൻറ്റ് ആർ ഈക്വൽ ടു R1 ആർ ഈക്വൽ ടു R2. അപ്പം ഈ 2 കർവുകളും ഈ 2 പോയിൻറ്റ്സിൽ ആർ ഈക്വൽ ടു R1 ഈ 2 പോയിൻറ്റ്സിൽ ഇവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഓസിലേറ്ററി നേച്ചർ ഓഫ് ദ WKB സൊല്യൂഷൻ ബിറ്റ്വീൻ ദ ടേണിംഗ് പോയിൻറ്റ്സ് വിച്ച് ചേഞ്ചസ് ഇൻ ടു ഡിക്കേയിങ് എക്സ്പോണൻഷ്യൽ ഫ്രം ഔട്ട്സൈഡ് ദ ഇൻ്റർവൽ R1 ലെസ് ദാൻ R2. ഡീക്കേയിങ് എക്സ്പൊണൻഷ്യൽ ആയിട്ടായിരിക്കും ഈ ഗ്രാഫ് ഇവിടെ കാണുന്നത്. ഒരു ഡീക്കേയിങ് എക്സ്പൊണൻഷ്യൽ ആയിട്ടായിരിക്കും ഈ 2 റീജിയനും കാണുന്നത്. ഇത് L²/R²ൻ്റെയും N²R(K²-β²)ൻ്റെയും ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ആസ് L ഇൻക്രീസസ്, L കൂടും തോറും ദ കർവ് L²/R² മൂവ്സ് ഹയർ ആൻഡ് ദ റീജിയൻ ബിറ്റ്വീൻ 2 ടേണിംഗ് പോയിൻറ്റ്സ് ബിക്കം നാരോവർ. ഇനി L ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേന് L²/R² എന്ന് പറഞ്ഞ കർവും ഉണ്ട്, N²R(K²-β²) എന്ന് പറഞ്ഞ കർവുണ്ട്. L ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേന് L²/R² ഹയർ ആയിട്ട് മൂവ് ചെയ്യുകയും ആൻഡ് ദ റീജിയൻ ബിറ്റ്വീൻ 2 ടേണിംഗ് പോയിൻറ്റ്സ് ബിക്കം, എന്നിട്ട് ഈ 2 ടേണിംഗ് പോയിൻറ്റ്സിൽ തമ്മിലുള്ള റീജിയൻ നാരോവർ ആവുകയും ചെയ്യും. Even when L is fixed in the curve, is shifted up and down with alterations in the value of propagation constant beta. Therefore, modes far from cutoff which have larger values of beta exhibit more closely spaced turning points. ഈ ടേണിംഗ് പോയിൻറ്റ്സിൻ്റെ എല്ലിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്നതോറും ഈ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നതിനകത്ത് പറയുന്നത്. ഇനി ആസ് എ വാല്യൂ ഓഫ് ബീറ്റ ഡിക്രീസസ് ബിലോ N2K, ബീറ്റ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ N²R(K²-β² is no longer negative for larger values of R and the graph changes as. അപ്പോൾ ബീറ്റ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തോറും ഇതിന് നെഗറ്റീവ് വാല്യൂ കിട്ടത്തില്ല. ഈ ഗ്രാഫിൽ ഇവിടോട്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ ബീറ്റ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ഇല്ലാതെ ഇങ്ങനത്തെ ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നെഗറ്റീവ് വാല്യൂയിലോട്ട് ബീറ്റ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ നെഗറ്റീവ് വാല്യൂയിലോട്ട് ബീറ്റ പോകുന്നില്ല. ഇനി അതിൻ്റെ ഓസിലേറ്ററി ഫീൽഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻ ദി കേസ് ഓഫ് തേർഡ് ടേണിംഗ് പോയിൻറ്റ്, അപ്പോൾ ഒരു തേർഡ് ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള R3 ഇവിടെ വരും. ക്രിയേറ്റഡ് when at R equal to A, the curve becomes constant, thus allowing the curve to drop below it. എന്നിട്ട് കർവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഫോർ R greater than R3, the field resumes an oscillatory behavior and therefore carrier power become away from the fiber core. അപ്പോൾ R greater than R3 ആകുമ്പം ഒരു ഓസിലേറ്ററി ബിഹേവിയർ ആയിരിക്കും കാണുന്നത്. അൺലെസ് മോഡ് കട്ട് ഓഫ് occurs at B equal to N2K, the guided mode is no longer fully contained within the fiber core but loses power through leakage or tunneling into the cladding. കട്ട് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു N2K ആണ്. അല്ലെങ്കിൽ ഈ ഫൈബർ കോറിലുള്ളത് ലീക്കേജ് നടക്കും. അവിടെ പവർ പുറത്തോട്ടുള്ള പവർ ലോസസ് അവിടെ നടക്കും. ദ WKB മെത്തേഡ് മേ ബി യൂസ് ടു കാൽക്കുലേറ്റ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർ ദ മോഡ്സ് ഇൻ എ പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡിഫറെൻറ്റ് മോഡ്സിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായി WKB മെത്തേഡ് ഉപയോഗിക്കും. N²R ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ N²R ഈക്വൽ ടു N1² × 1 - 2 R/A the whole square × del for R greater than A. ഇനി ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തേർഡ് ഇക്വേഷനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് 4നെ, അതായത് ഈ ഇപ്പോൾ എഴുതിയ ഈ പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിൽ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. R1 to R2 N1² K² - β² - 2 N1² K² R/A the whole square del L²/R² raised to 1/2 dr equal to m + 1/2 × π. m എന്ന് പറയുന്ന അവിടുത്തെ റേഡിയൽ മോഡ് നമ്പർ ആയിരുന്നു. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേഞ്ചിങ് ദ വേരിയബിൾ ഫ്രം R to U R² ആക്കും, U ഈക്വൽ ടു R² ആക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ
നമുക്കൊരു വാല്യൂ കിട്ടുന്നതാണ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ. നമ്മൾ ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n1 സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു 1 - 2 ഇൻറ്റു 2 ലാംഡ ബൈ n1 കെ ഇൻറ്റു 2m പ്ലസ് എൽ പ്ലസ് 1 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി മോഡ് നമ്പർ പ്ലെയിനിൽ ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ മോഡൽ വോളിയം അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൺസിഡർ ദ മോഡ് നമ്പർ പ്ലെയിൻ സ്പാൻഡ് ബൈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലാകുമ്പോൾ MS = V²/2 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ഇവിടെ ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ MG ആണ് കണ്ടുപിടിക്കുന്നത്. കൺസിഡർ ദ മോഡ് നമ്പർ പ്ലെയിൻ സ്പാൻഡ് ബൈ ദ റേഡിയൽ ആൻഡ് അസിമെട്രിക്കൽ മോഡ് നമ്പേഴ്സ് M and L. അപ്പോൾ നമ്മുടെ മോഡ് നമ്പർ പ്ലെയിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കാണുന്നത്. ഈച്ച് മോഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ പോയിൻ്റ് ഇൻ ദ പ്ലെയിൻ. ഓരോ മോഡും ഓരോ പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ എഴുതിയത്. ഓരോ മോഡ്സും ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്ത് ഓരോ മോഡ്സും ഓരോ പോയിൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓൾ ദ പോയിൻറ്റ്സ് ഇൻ ദ മോഡ് നമ്പർ പ്ലെയിൻ ലൈങ് ബിലോ ബീറ്റ = N2K താഴെയാണ് എല്ലാ മോഡ്സും കാണുന്നത്. ആർ അസോസിയേറ്റഡ് വിത്ത് ഗൈഡഡ് മോഡ്സ് വേറാസ് ദ റീജിയൻ അബോവ് ദ ലൈൻ ഈസ് ലീക്കി ആൻഡ് റേഡിയേഷൻ മോഡ്സ്. അതായത് ബീറ്റ = N2K മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലീക്കി മോഡ്സും റേഡിയേഷൻ മോഡ്സും മാത്രമേ കാണത്തുള്ളൂ. അതിന് താഴോട്ടുള്ള പോയിൻറ്റ്സിനെ എല്ലാത്തിനെയും മോഡ് ബൗണ്ടറിയാണ് ബീറ്റ = N2K. ഗൈഡഡ് മോഡ്സ് കാണുന്നത് അതിന് താഴോട്ടുള്ള സ്ഥലത്ത് മാത്രം. Total number of guided modes M is M = 4 × 0 to L max f of L dl, as each representation point corresponding to 4 modes occupies an element of unit area in the model plane. MG എന്ന് പറഞ്ഞ മോഡൽ വോളിയം കണ്ടുപിടിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ M = 4 × 0 to L max f of L dl ആണ്. അതിന് നമ്മൾ MG = മോഡൽ വോളിയം കണ്ടുപിടിക്കുന്ന ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന α/α+2 N1 K² del എന്ന് കണ്ടുപിടിക്കാം. നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് N1 K2 del ഹാഫ് ആണ്. അപ്പം ഈ നമ്മൾ VA ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് N1² K² 2 del എന്ന് കിട്ടും. അപ്പോൾ അതിന് പകരം അന്നേരം നമ്മൾ ഈ 6th ഇക്വേഷനിൽ N1² K² 2 del ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പകരം വിക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് 7 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ 6ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VA ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് 6ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മോഡൽ വോളിയം എന്ന് പറയുന്നത് α/α+2 V²/2 ആണ്. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കേസിലാണെങ്കിൽ MS = V²/2 ആണ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കേസിൽ മോഡൽ വോളിയം MG = α/α+2 V²/2. ഹെൻസ് ഫോർ എ പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ α = 2 ആണ്. അപ്പോൾ നമ്മൾ പാരാബോളിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വെച്ചാണ് ഇതെല്ലാം പറഞ്ഞത്. MG is proportional to V²/4 ആണ്, which is similar to V²/4 ആണ്, which is half the number of supported by step index fiber with the same V value. അവിടെ MS = V²/2 അതിൻ്റെ ഹാഫ് ആയിരിക്കും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിലെ MG = V²/4.